ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലത്തെ ചെറിയ ചെറിയ പരിപാടികളാട്ടോ കാണിക്കുന്നത്. ഇത് കുറച്ച് ദിവസം മുമ്പുള്ളതാണേ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മല്ലി വറുക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് വറുത്ത് വെച്ചു. ആ സമയത്ത് അമ്മയും അമ്മമ്മയൊക്കെ മുറ്റം നന്നാക്കാണ്. ഇനി ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചരി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. വൈകുന്നേരം മാവരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നെയ്യപ്പത്തിനുള്ളതാണ്. രാവിലേക്ക് പുട്ടും കടലയും സോയാബീനും ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയിട്ടുണ്ട്. രാവിലെ തിരക്കാണ് കേട്ടോ. എൻ്റെ സ്റ്റാൻഡ് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഫോൺ വയ്ക്കാനൊക്കെ. ഉള്ളി ഇതൊക്കെ മുപ്പിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ കേട്ടോ കടലക്കറി കഴിക്കാറ്. ഇതിൻ്റെ യൂട്യൂബിലിട്ടിട്ടുണ്ട് കേട്ടോ. അമ്മ ഹായ് പറഞ്ഞതാണ്. ക്ഷീണിച്ചു വന്നതാണ് ആള്. അപ്പോൾ വെള്ളം ആ സമയം കൊണ്ട് പുട്ടുപൊടി നനച്ചു വെച്ചത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മല്ലി വറുത്തതാണ്. ഞാനിങ്ങനെ കേട്ടോ മല്ലി വറുത്ത് പൊടിച്ച് വെക്കാറാണ് കേട്ടോ. അതിൽ കുറച്ച് കറിവേപ്പിൻ്റെലൊക്കെ ഇട്ട് നല്ല മണം രുചിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. ഇന്ന് എനിക്ക് പുറത്തുള്ള പണികളൊന്നുമില്ല. എല്ലാം അമ്മയോട് തീർത്തിട്ടുണ്ട്. പൊടി പിടിച്ചിട്ടുണ്ട് ഈ കുപ്പികളിലൊക്കെ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ കേട്ടോ. ഇതൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്തില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കറക്റ്റാക്കി വെക്കാനുള്ളത് പ്രത്യേകിച്ചുണ്ട്. വീട്ടിൽ കുറച്ച് വൃത്തിയിൽ ആക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ ഒരു ഫങ്ഷൻ ഉണ്ട് രാത്രിയിൽ. നമ്മൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ടുണ്ട്. നല്ല വേവുള്ള അരിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം ഗ്യാസിൽ വെച്ചിട്ടാണ് നല്ലോണം തിളപ്പിച്ചിട്ട് നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാറുള്ളൂ. ഇന്നലത്തെ കുറച്ച് കറിയുണ്ട്. അപ്പോൾ അതിനോട് ചൂടാക്കി വെച്ചിട്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ അമ്മ കഴുകി. ഹസ്ബൻഡ് ഫുഡൊക്കെ കൊടുത്തു. ഉച്ചത്തേക്കുള്ള ഉപ്പേരിയൊക്കെ റെഡിയാക്കി വെക്കാൻ കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് ചീരമുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 13 കേട്ടോ വെള്ളത്തിലിട്ടത്. ഈ സമയം കൊണ്ട് നമ്മൾ ഉപ്പേരിയൊക്കെ വറവായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പേരി ഉണ്ടാക്കി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. കഴുകണം. ഉപ്പേരി റെഡിയായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ സ്വാദെല്ലാത്തിലേക്കും പിടിക്കും. അതുകൊണ്ട് നമ്മുടെ ബീൻസിനും വലിയൊരു പ്രശ്നമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ അറിയാലോ ചീനപ്പറങ്കി മുളകിട്ട നല്ല ടേസ്റ്റാണെന്ന് അറിയില്ല. ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്നത് കുറേ ദിവസം കഴിഞ്ഞിട്ടാട്ടോ. നൈറ്റ് ഇരുന്നിട്ടുള്ള എൻ്റെ പണികളാണ് ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ